ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വിശിഷ്ടാതിഥി ജസ്റ്റിസ് നാരായണക്കുറുപ്പ്, ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന വലിയ വൈദിക ശ്രേഷ്ഠരെ, സഹോദരികളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ആദ്യമേ തന്നെ അഭിനന്ദനത്തിൻ്റെതായ വാക്കുകൾ ഞാൻ പറയട്ടെ. അവിസ്മരണീയനായ വെണ്ടപ്പള്ളി അച്ഛനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ സംഭാവന, അദ്ദേഹത്തിൻ്റെ മികവാർന്ന മറ്റ് പല കാര്യങ്ങളെപ്പറ്റിയും വരും തലമുറയ്ക്ക് കേട്ടറിവിൽ നിന്ന് മാറി വായിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ഒരു വിജ്ഞാനപ്രദമായ പുസ്തകം വിഭാവന ചെയ്ത് യഥാസമയം അത് മുദ്രണം ചെയ്ത് പ്രകാശനം ചെയ്യുവാൻ തക്കവണ്ണം മുൻകൈയെടുത്ത് പ്രവർത്തിച്ച TP അച്ഛനെയും കൂടെ പ്രവർത്തിച്ചവരെയും ആദ്യമേ തന്നെ ഞാൻ ഹർദ്ദമായി അഭിനന്ദിക്കുന്നു. രണ്ടാമത്, മഹത്തായ ഈ സംരംഭത്തിൽ, ഈ പരിപാടിയിൽ വന്ന് പങ്കുചേരുവാൻ തക്കവണ്ണം എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും കൃതജ്ഞതയും ഞാൻ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. മൺമറഞ്ഞ മഹാന്മാരെ പറ്റി നാം അനുസ്മരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഒന്നാമത്തത്, അവരുടെ ജീവിതം മുഖാന്തരം സമൂഹത്തിൽ ലഭിച്ച വലിയ നേട്ടങ്ങളെ കുറിച്ച്, അവർ നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളെ കുറിച്ച് കൃതജ്ഞതയോടെ സ്മരിക്കുവാനുള്ള ഒരു അവസരം. നിശ്ചയമായിട്ടും അത് ആവശ്യമുള്ള ഒന്നാണ്. വിവിധ മേഖലകളിൽ വിശിഷ്ടങ്ങളായിരിക്കുന്ന ആ സംഭാവനകൾ നൽകിയിട്ടുള്ളത് നാം അയവിറക്കുന്നത്, ദൈവസന്നിധിയിൽ കൃതജ്ഞതയോടെ സ്മരിക്കുന്നത്, അവരോടുള്ള നമ്മുടെ ആദരവും കൃതജ്ഞതയും പ്രകാശിപ്പിക്കുന്നത് തികച്ചും ഒരു ആവശ്യമാണ്. അതാണ് ഇത്തരത്തിലുള്ള അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകതയും പ്രയോജനവും എന്ന് ഞാൻ ഓർക്കുന്നു. രണ്ടാമത്, അവരെപ്പറ്റി അവരോട് കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ മാത്രമല്ല, അവർ ഉയർത്തിപ്പിടിച്ചിരുന്നായ ദർശനങ്ങളും ആദർശങ്ങളും മൂല്യങ്ങളും എന്തൊക്കെ എന്ന് ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളുവാൻ, അതിൽ നിന്ന് തൽപ്രേരണ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരം ഒരുക്കുന്നതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുവാനും പ്രചോദനം ഉൾക്കൊള്ളുവാനും തക്കവണ്ണം ഈ ഒരു അനുസ്മരണം പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വെണ്ടപ്പള്ളി അച്ഛനെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളരെ ഗാഢമായിരുന്നു. എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുകയും ആദരിക്കുകയും അത്തരത്തിൽ ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുള്ളത് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി സഭയുടെ തെക്കൻ പ്രദേശത്തുള്ളവർക്കൊന്നും വലിയ അറിവില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല തികച്ചും വടക്കൻ പ്രദേശത്തായിരുന്നു. ഏറെക്കാലം രാജർഷി മെമ്മോറിയൽ സ്കൂളിലും പിന്നീട് ഈ വിവിധ ഇടവുകളിലുമായി കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തെക്കൻ പ്രദേശത്തുള്ള കോട്ടയത്തിൽ തെക്കുള്ളവർക്ക് അദ്ദേഹത്തിന്റെ ഒരു കേട്ടറിവ് എന്ന് അതിൽ കവിഞ്ഞ് ആ വ്യക്തിത്വത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ സംഭാവനയെക്കുറിച്ച്, അദ്ദേഹം സഭയ്ക്കും സമൂഹത്തിനും എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പുസ്തക പ്രകാശനം അതിലേറെ സഹായി ഭവിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അച്ഛൻ്റെ പ്രവർത്തന മേഖലയെ പറ്റി ഞാൻ പറയുമ്പോൾ അത് ഏറിയവർക്കും വിദ്യാലയത്തിലായിരുന്നു. കുറെ കാലം അദ്ദേഹം വൈദിക സെമിനാരിയിലും അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്, എൻ്റെ സഹ അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഞാനിവിടെ ഓർക്കുകയാണ്. എന്നാൽ സെമിനാരിയിലും മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഡൽഹിയിലേക്ക് വ്യാപിച്ചു. ഡൽഹി ഭദ്രാസനത്തിന്റെ വളർച്ചയുടെ ആ പടവുകൾ ഉയർന്നപ്പോൾ അതിൽ നിർണായകമായ പങ്ക് വഹിക്കുവാൻ തക്കവണ്ണം വെണ്ടപ്പള്ളി അച്ഛൻ്റെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സേവനം അവിടെ ലഭ്യമായിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ ഓർക്കുകയാണ്.
അവിടെയും നിൽക്കുന്നില്ല. ഗൾഫ് മേഖലയിലെ ഇടവകയിലും അദ്ദേഹത്തിന്റെ നിസ്തുലമായ സേവനം ലഭിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിവിസ്തൃതമായ ഒരു വിശാലമായ ക്യാൻവാസ് അതിനുണ്ട് എന്ന് ഞാനിവിടെ ഓർക്കട്ടെ. ആ പ്രവർത്തന ശൈലിയെ പറ്റിയാണ് എനിക്ക് പറയുവാനുള്ളത്. അദ്ദേഹത്തെ ഭരിച്ചത് പൗലോസ് അപ്പോസ്തലന്റെ ആത്മാവായിരുന്നു എന്ന് ഞാൻ പറയും. എന്താ പൗലോസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു. മാനസാന്തരത്തിന് മുമ്പ് യഹൂദമതത്തിലെ പരീക്ഷനായിരുന്ന കാലത്ത് അതിതീക്ഷ്ണതയോടുകൂടി യഹൂദ ന്യായ പ്രമാണത്തിന്റെ വക്താവും പ്രയോക്താവുമായി പ്രവർത്തിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിൽ, അങ്ങനെ താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികമായി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സന്നദ്ധമായ ഒരു വ്യക്തി. ആ വ്യക്തി തന്നെ മാനസാന്തരപ്പെട്ടപ്പോഴോ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും മുന്നണി പോരാളിയായി, അതിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാതാവായി, അതിന്റെ ഏറ്റവും വലിയ ആ ഒരു പ്രഘോഷകനായി പ്രവർത്തിച്ചു. അവിടെയും തീക്ഷ്ണവാനായി വെട്ടപ്പള്ളിയച്ചൻ. ഞാൻ ആദ്യം അറിയുന്നത് അദ്ദേഹത്തെ പാത്രിയർക്കീസ് ഭാഗത്തുള്ള ഒരു ശമ്മാശനായിട്ടാണ്. അന്ന് അദ്ദേഹം പടമോടി സ്കൂൾ അധ്യാപകനായി പ്രവർത്തിക്കുന്നു. കോട്ടയത്തുള്ള ഞങ്ങൾക്കൊക്കെ അന്ന് കേട്ടറിവേ ഉള്ളൂ. ഒരു നല്ല ഉജ്ജ്വലമായി പ്രസംഗിക്കുന്ന തീപ്പതി പ്രസംഗം നടത്തുന്ന ഒരു ശമ്മാശൻ അവിടെ ഉണ്ട്. അത് പാത്രിയർക്കീസ് ഭാഗത്ത് അന്ന് അധികം വാഗ്മികളോ പ്രസംഗകരോ ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് വെട്ടപ്പള്ളി ശമ്മാശൻ അവരുടെയൊക്കെ നേതാവായി പ്രവർത്തിക്കുന്ന ഒരു ചിത്രമാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യമായി കിട്ടിയത്. തീവ്രവാദി, തീക്ഷ്ണവാനായിട്ടുള്ള ഒരാൾ, ശീലവാനുമല്ല, ഉഷ്ണവാനുമല്ല. ശീലോഷ്ണവാനാണെന്ന് ഒരു സഭയെ പറ്റി പറഞ്ഞതുപോലെ അല്ല, അച്ഛൻ ഉഷ്ണവാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. 58 സഭാ സമാധാനത്തിന് ശേഷം സഭ ഒന്നായി തീർന്നപ്പോൾ മുതൽ കാതോലിക്കത്തിന്റെ മുന്നണി പോരാളിയായി, അതിന്റെ ഏറ്റവും ആ സമാധാനം അരക്കിട്ടുറപ്പിക്കുവാൻ തക്കവണ്ണം അതിന്റെ വലിയ പ്രവർത്തകനായിട്ട് അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളതാണ്. ഈ വടക്കൻ പ്രദേശത്ത് പള്ളികളിലെ പ്രശ്നങ്ങൾക്കൊക്കെയും അവിടെയെല്ലാം കടന്നെത്തി അവിടെയെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട്, ധീരമായ നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. തന്മൂലം ഒട്ടേറെ ശത്രുക്കളെ ഉണ്ടാക്കുകയും ചെയ്തു. എന്തിന്? അദ്ദേഹത്തിന്റെ ഏറ്റവും ആദരണീയമായിരിക്കുന്ന സംസ്കാര ശുശ്രൂഷ പോലും അല്ലെങ്കിൽ പൗരപ്പെടുത്തുവാൻ തക്കവണ്ണം കാപാലികന്മാർ ശ്രമിച്ചു എന്നുള്ളത് ഞാൻ ഇവിടെ ഓർത്തുപോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി, അത് ആദ്യകാലത്ത് ആ ഭാഗത്തായിരുന്നുവെങ്കിൽ തനിക്ക് നിർണയമായി ഇവിടെ സമാധാനം വന്നതിന് ശേഷം, ഇവിടെ വന്നതിന് ശേഷവും അതിന്റെ ഏറ്റവും മുന്നണി പോരാളിയായി നിലകൊള്ളുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മെ പ്രത്യേകം ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് ഏത് രംഗത്തായിരുന്നാലും കമ്മിറ്റ്മെന്റ്, അതിനോടുള്ള പ്രതിബദ്ധത, അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള തീക്ഷ്ണമായ സന്നദ്ധത, ഇതായിരുന്നു അച്ഛനിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകതയായിട്ടുള്ള പ്രവർത്തന ശൈലിയുടെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. തീവ്രവാദിയായി താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്ക് മുറുകതിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വം. രണ്ടാമത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ഞാൻ കാണുന്നത് ഒരു ചടുലതയാണ്. എല്ലാത്തിനും ഒരു വേഗതയുണ്ട്. അത് സംസാരിക്കുന്നതിനുമുണ്ട്, നടപ്പിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും അത് വളരെ പ്രകടമായിരുന്നു. ഇക്കാര്യമാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസിനെ അദ്ദേഹത്തെ ആകർഷിക്കുവാൻ ഇടയായി തീർന്നത്. പൗലോസ് മാർ ഗ്രിഗോറിയോസിനെ സംബന്ധിച്ചിടത്തോളം അലസന്മാരായി ഉദാസീനന്മാരായിരിക്കുന്നവരോട് വളരെ ഒരു അവജ്ഞയാണ്, പുച്ഛമാണ്. നേരെ മറിച്ച് കാര്യമായിട്ട് എപ്പോഴും പ്രവർത്തനനിരതമായിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെപ്പറ്റി വളരെയധികം താല്പര്യമുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്വദേശിയും ഒരു ഇടവകക്കാരനുമാണ് എന്നുള്ളതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചതും തന്റെ സഹപ്രവർത്തകനായി അവിടെ നിലനിർത്തിയതും പിന്നീട് സെമിനാരിയിൽ അദ്ദേഹത്തെ നിയോഗിച്ചതും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ചടുലമായ പ്രവർത്തന ശൈലി. ഏത് ഏൽപ്പിച്ചിരുന്നാലും അത് എത്രയധികം ഉത്സാഹത്തോടെയാണ് ചെയ്യുന്നത് എന്നുള്ളത്.
ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി 1 മണി വരെയും മറ്റുമൊക്കെ ഇരുന്ന് തനിക്ക് ചെയ്ത് തീർക്കുവാനുള്ള ദൗത്യം തീർത്തതിന് ശേഷമേ ഉറക്കമുള്ളൂ. അതുപോലെ ഏത് കാര്യത്തിനായിരുന്നാലും ഇത്രയധികമായി കഷ്ടപ്പെടുവാനും അതുപോലെ തന്നെ അതിൽ മുഴുവനായി ഇഴുകിച്ചേർന്നുകൊണ്ട് തന്റെ ദൗത്യം നിർവഹിക്കുവാനൊക്കെ ഉള്ള ആ പ്രവർത്തന ക്ഷമത അത് ഇന്നുള്ള പലർക്കുമില്ല. ഒരു കാര്യമേറ്റാൽ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനൊക്കെ വേണം അഹോരാത്രം അവിശ്രാന്തം പ്രവർത്തിക്കുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മൂന്നാമത് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്ന സമയത്ത് തൂലികയും നാവും ഒന്നുപോലെ പ്രയോഗിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ചിലർക്ക് നന്നായി പ്രസംഗിക്കുവാൻ കഴിയും, പക്ഷെ ഒന്നും എഴുതുവാൻ അവരെ കൊണ്ട് സാധ്യമല്ല. മറ്റു ചിലർക്ക് നന്നായിട്ട് അതിന്റെ തൂലിക ചലിക്കും, പക്ഷേ നാവിൽ നിന്ന് അധികം ഒന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ബോംബെയിൽ നിന്ന് നെടുമ്പാശ്ശേരി ഇറങ്ങിയിട്ട് അവിടെ ഓടിയെത്തിയ എന്നുള്ള വാക്കിൽ അടിവരി ഇടുന്നു. ഓടിയെത്തിയ തിരുമേനിയെ ഞങ്ങൾ ആദ്യമായി സ്വാഗതം ചെയ്തു. ഞാൻ സൂചിപ്പിച്ചത് വെള്ളപ്പള്ളിയച്ഛന്റെ നാവും തൂലികയും ഒന്നുപോലെ പ്രവർത്തനക്ഷമമായിരുന്നുവെന്നും ആകർഷകമായ വിധത്തിൽ ഇത് രണ്ടും പ്രയോഗിക്കുവാനുള്ള കഴിവ് അനുതര സാധാരണമായ വിധത്തിൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുള്ളവർക്ക് അറിയാം. അതിങ്ങനെ വളരെ നല്ല ഭാഷയിൽ അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഇടതലങ്ങളില്ലാതെ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ. അതിനേക്കാൾ എന്നെ ആകർഷിച്ചുള്ള അദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണ്. അത് ഞാൻ ഓർത്തഡോക്സ് യൂത്ത് എന്ന മാസികയുടെ പത്രാധിപരായിരുന്നു. മലങ്കര സഭയിലും ഓർത്തഡോക്സ് യൂത്തിലും അദ്ദേഹത്തിന്റെ ഒരു പരമ്പരയുണ്ടായിരുന്നു, വെള്ളിക്കോൽ എന്ന പേരിൽ. തൂലികാനാമമാണ് വെള്ളിക്കോൽ, അർത്ഥപൂർണമാണ്. വെള്ളിക്കോൽ എന്നുള്ളതിൽ വെള്ളിയിലില്ല, ഒരു കോല് മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെയും അത് തൂക്കി നോക്കുന്ന ഒരു ഉപകരണമായിരുന്നു പഴയ കാലത്ത്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കുരുമുളകും മറ്റുമൊക്കെ വാങ്ങിക്കുവാനുള്ള ഒരു ചേളാവിനകത്തിട്ട് ഇതുകൊണ്ടാണ് തൂക്കി നോക്കുന്നത്. ഈ പറയുന്ന വെള്ളിക്കോൽ, ത്രാസൊന്നും അന്ന് പ്രയോഗത്തിൽ വന്നിട്ടില്ല, ഈ വെള്ളിക്കോലാണ്. അപ്പൊ തൂക്കി നോക്കുന്ന, അളവ് നോക്കുന്ന, അതിന്റെ എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കുന്ന ഒരു സാധനമാണ്, ഉപകരണമാണ് വെള്ളിക്കോൽ. ആ തൂലികാനാമം അദ്ദേഹം സ്വീകരിച്ചത് എത്ര അർത്ഥപൂർണമായിരുന്നു. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട്, വിലയിരുത്തിക്കൊണ്ട്, തൂക്കി നോക്കി അതേപറ്റി നർമ്മം ചേർന്ന വിധത്തിൽ അതിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയും അവതരിപ്പിക്കുവാനുള്ള കഴിവ് അസാധാരണമായിരുന്നു. മലയാള സാഹിത്യത്തിൽ സഞ്ജയനെ പോലെ, വി.കെ. പോലെ ഇതുപോലെയുള്ള സാഹിത്യകാരന്മാരുടെ നിലയിൽ ചിന്തിക്കാവുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട വെള്ളപ്പള്ളി അച്ഛൻ. കാരണം അതിനകത്ത് വളരെയധികം നർമ്മമുണ്ട്. അത് പിടിക്കാത്ത ആളുകൾ ആരുമില്ല. ഉന്നത സ്ഥാനീയരായ ആളുകളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഒക്കെ അദ്ദേഹത്തിന്റെ വിമർശന ശരത്തിൽ അതിന് വിധേയരാകേണ്ടി വന്നിട്ടുള്ളത് സത്യം. അത് വളരെ കുറിക്കൊള്ളുന്നത് പോലെ ആയിരിക്കും. ആ വെള്ളിക്കോൽ എന്ന് പറയുന്ന അതിന്റെ സമാധാനമായിട്ട് ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ അറിയാം. അക്കാലത്ത് സഭയിലെ മാത്രമല്ല, സമൂഹത്തിലെ ഏതെല്ലാം തരത്തിലുള്ള വികലതകൾ, ഏതെല്ലാം തരത്തിലുള്ളതായ ദുഷ്പ്രവണതകൾ, അതിനെയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് വിലയിരുത്തി അതിൽ നിന്ന് നാം എന്തൊക്കെ തിരുത്തണം, എന്തൊക്കെ പകർത്തണം, എന്തൊക്കെ നിലനിർത്തണം എന്നുള്ളതിനെ പറ്റി അവതരിപ്പിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിൽ വളരെ ഉണ്ടായിരുന്നു. എനിക്ക് ലഭിച്ച സമയത്തിനനുസരിച്ച് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെ പറ്റി ഞാൻ പറഞ്ഞു. അവസാനിപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് അദ്ദേഹത്തിന്റെ തൂലികയും അതുപോലെ നാവും ഒന്നുപോലെ പ്രയോഗക്ഷമമാകുവാൻ തക്കവണ്ണം, സമൂഹത്തിന് നന്മ വരുത്തുവാൻ തക്കവണ്ണം എപ്പോഴും ഉത്സുകനായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് കൂടി പരാമർശിച്ച്
ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. അതായത് കാപട്യമോ മുഖാവരണമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തനിക്ക് ബോധ്യമുള്ള കാര്യം ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയുമായിരുന്നു. അത് ചിലർക്ക് ഒരു പക്ഷേ അസുഖമായി തോന്നാം, അത് പലർക്കും അപ്രിയമായി അനുഭവപ്പെടാം. എങ്കിലും ഉള്ളത് തന്റെ നിർണയം, തനിക്ക് ബോധ്യമായിരിക്കുന്ന കാര്യങ്ങൾ അത് തുറന്നു പറയുവാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഭൗതിക നേട്ടങ്ങൾ അശേഷവും അദ്ദേഹം പ്രതീക്ഷിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. നിശ്ചയമായിട്ടും അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ മുസ്ലിമേരുടെ ആ ശുപാർശയിൽ അദ്ദേഹത്തിന്റെ ഭദ്രാസനത്തിലുള്ള ഏതെങ്കിലും ഗൾഫിലെ പള്ളിയിൽ പോയി പ്രവർത്തിച്ച് വാരിക്കൂട്ടുവാനും മറ്റു വിധത്തിലുമൊക്കെ അതിനൊന്നും ശ്രമിക്കാതെ, അദ്ദേഹം ധനമോഹവശേഷവും ഇല്ലാതെ ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ചല്ല അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ടായിരുന്നത്. ആത്മീയമായി ഈ സഭയെയും സമൂഹത്തെയും സേവിച്ചുകൊണ്ട് അത് കാപട്യമില്ലാത്ത വിധത്തിൽ, അത് മുഖാവരണം കൂടാതെ സാക്ഷാൽ ഇസ്രായേലിയൻ ഇവനിൽ കപടമില്ല എന്ന് നസ്രായന്റെ ആ ഒരു നിർവചനം അന്വർത്ഥമാക്കുവാൻ തക്കവണ്ണം കാപട്യമില്ലാത്ത ഒരു പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഈ വിധത്തിൽ നാം നോക്കുമ്പോൾ നമ്മുടെ സഭയിൽ അധികമൊന്നും ഇത്രയധികം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ ഇല്ല എന്ന് ഞാൻ പറയട്ടെ. അത് നാം കൃതജ്ഞതയോടെ ഓർക്കേണ്ടതാണ്. കർമ്മധീരനും ആദർശനിരതനും ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ള ഒരു അനുപാലകൻ, ഒരു സഭാപ്രവർത്തകൻ, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് വായിച്ചറിയുവാൻ തക്കവണ്ണം, വരും തലമുറയ്ക്ക് അദ്ദേഹത്തെ പറ്റി ഓർത്ത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഒരു ഗ്രന്ഥം ഇന്ന് പ്രകാശനം ചെയ്യുന്നു. അത് എല്ലാവിധത്തിലും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഭ മുഴുവനും തന്നെ ഈ പുസ്തകത്തോട് പ്രകാശനത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് സഭയുടെ ഔദ്യോഗികമായ നിലയിൽ വൈദിക ട്രസ്റ്റി ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഒരു സീനിയർ വൈദികൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ പുസ്തകം ഇങ്ങനെ ഒന്ന് ആ വിധത്തിൽ ആവിഷ്കരിച്ച് അവതരിപ്പിക്കുന്ന വെള്ളപ്പള്ളി വെച്ചുകൊണ്ടുള്ള നമ്മുടെ സഭയുടെ മുഴുവൻ്റെയും കൃതജ്ഞത, കടപ്പാട് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഉദ്യമിച്ചിട്ടുള്ള അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ധന്യാത്മാവ് ആ മുഖമായപ്പോൾ എൻ്റെ മുമ്പിൽ വ്യക്തമായി ഞാൻ കാണുന്നു. ചിരിച്ചുകൊണ്ട് അടുക്കൽ ഓടിയെത്തുന്ന അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പുഷ്പളമായ സ്നേഹ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.